പ്രാർത്ഥനയിൽ ഒരു അവകാശ ബോധമുണ്ടാകണം. ആ ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കരങ്ങൾ അറിയാതെ നിനക്ക് വേണ്ടി ചലിപ്പിക്കപ്പെടുന്നത്. ഞാൻ അവകാശിയാണ്, എനിക്ക് തന്നേ പറ്റൂ. ആ ഒരു മല്ലുപിടുത്തത്തിന്റെ ചിന്ത യാക്കോബിൽ വ്യാപരിച്ചപ്പോൾ അവൻ അവകാശമാക്കി, അനുഗ്രഹത്തെ അവൻ അവകാശമാക്കി. പത്രോസിന് ആ മല്ലുപിടുത്ത ചിന്താഗതി ഉണ്ടായിരുന്നു. ബലാത്കാര വിശ്വാസം, അതൊരു കവിയുന്നൊരു വിശ്വാസം. ഇത് നിന്റെ അകത്ത് വരുമ്പോഴാണ് ദൈവം പോലും അറിയാതെ ദൈവത്തിന്റെ കരങ്ങൾ നിനക്ക് വേണ്ടി ചലിപ്പിക്കപ്പെടുന്നത്. വിശ്വാസത്തിന് ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കുവാൻ ശക്തിയുണ്ട്. ഈ മകൻ ആവശ്യപ്പെടുന്നു, അവന്റെ പങ്ക് അവന് ലഭിക്കണം. പിതാവിന് ബോധ്യപ്പെട്ടു. അവൻ ചോദിക്കുന്നത് അവന്റെ അവകാശം